Hello everyone, welcome back to the continuation of shift register session. So the third shift register that we are going to discuss is parallel in serial out shift register. So in parallel in serial out shift register, as the name implies, the data is entered in the parallel form and output is taken in the serial form. Now here you can see that additional some combinational circuit are designed in the circuit. That is, the output of one flip-flop is not directly given as the input of the next flip-flop. It is given through some combinational circuit in parallel in serial out shift register. So if you examine the diagram, it is very clear. So here, this is the diagram. You can see that this is the diagram of parallel in serial out shift register. See here, you can see that the data is, these are the four flip-flop. So these are the four flip-flops which will be storing four parallel information. So the data are transferred or given in the parallel form, and the output of one flip-flop is given as the input to the other through some combinational circuits. It is not directly given through some combinational circuit. At the same time, the data are entered into the parallel form, that is also with the help of some combinational circuits. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ഒരിക്കലും ഇതിനെ സീരിയൽ ട്രാൻസ്മിഷനും പാരലൽ ഡേറ്റ എടുക്കാനും യൂസ് ചെയ്യുന്നില്ല. ഇതെല്ലാം ചെയ്യുന്നത് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. സോ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പാരലൽ ഇൻപുട്ട് എന്ന് പറയുന്നത് B0 തന്നെയാണ്. സോ ദിസ് ഇസ് B0. ഓക്കെ, ക്യാൻ യു സീ ഇറ്റ്? B0. പിന്നെ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് B1 ആണ്. ആ B1 ഡയറക്റ്റ്ലി അല്ല കൊടുത്തിരിക്കുന്നത്, ഇറ്റ് ഈസ് ഗിവൺ ത്രൂ സം കോമ്പിനേഷണൽ സർക്യൂട്ട്സ്. അതുപോലെ തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ B2 ഇൻപുട്ട് കൊടുക്കുന്നത് കണ്ടോ, ഇവിടെ B2ൽ നിന്നാണ്. അതും ഡയറക്റ്റ്ലി അല്ല, ത്രൂ ഒരു കോമ്പിനേഷണൽ സർക്യൂട്ട് വഴിയാണ്. അതുപോലെ ഫൈനലി ഇവിടെ വരുന്നത് D3 ഇൻപുട്ടാണ്. അവിടെ വരുന്നത് നിങ്ങളുടെ B3 ആണ്. ആ B3 എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി അല്ല, ത്രൂ ഈ ലോജിക് വഴിയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ പാരലലി എല്ലാം ലോഡ് ചെയ്യണം. യു ഹാവ് ടു ലോഡ് ഓൾ ദി ഇൻപുട്ട് ഡേറ്റാസ്. അപ്പോൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഇൻപുട്ടിൽ നിങ്ങൾ ആദ്യം ലോഡ് ചെയ്യിപ്പിക്കാനായിട്ട്, എന്നിട്ട് വേണം ഷിഫ്റ്റ് ചെയ്യാൻ. സോ ദർ ആർ ടു ഓപ്പറേഷൻസ് ദാറ്റ് ആർ ബീങ് ഡൺ ഇൻ ദിസ് ഷിഫ്റ്റ് രജിസ്റ്റർ: ലോഡിംഗ് ഓഫ് ദ പാരലൽ ഡേറ്റ ആൻഡ് ഷിഫ്റ്റിംഗ് ഓഫ് ദ സീരിയൽ ഡേറ്റ. ഈ രണ്ട് ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഒറ്റ സർക്യൂട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു സർക്യൂട്ടിൽ തന്നെ ലോഡിംഗ് ആദ്യം ചെയ്യണം, പിന്നീട് വേണം സീരിയലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ രണ്ട് ഓപ്പറേഷൻസും ഒരേ സർക്യൂട്ടിൽ തന്നെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു കൺട്രോൾ സിഗ്നൽ വേണം. ഇതാണ് എൻ്റെ കൺട്രോൾ സിഗ്നൽ C. ഈ കൺട്രോൾ സിഗ്നൽ C എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടർ വഴിയും കൊടുത്തിട്ടുണ്ട്, നോർമലിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, ഹിയർ യു ക്യാൻ സീ ദാറ്റ് 2 AND ഗേറ്റ്. അതുപോലെ ഇവിടെയും 2 AND ഗേറ്റ്, ഇവിടെ 2 AND ഗേറ്റ്. ഈ AND ഗേറ്റിൻ്റെ ഓർ ചെയ്തേക്കണതാണ് ഞാൻ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. ഇനി ഈ 2 AND ഗേറ്റിലും ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഫസ്റ്റ് AND ഗേറ്റും തേർഡ് AND ഗേറ്റും ഫിഫ്ത്ത് AND ഗേറ്റും എടുത്താൽ യു ക്യാൻ സീ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് ഒരു ഇൻപുട്ട്. അതുപോലെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് ഇതിൻ്റെ ഒരു ഇൻപുട്ട്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് ഒരു ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. പിന്നെ വരുന്ന ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് കൺട്രോള് ഡയറക്റ്റ് എടുത്ത് കണക്ട് ചെയ്തേക്കുന്നതാണ്. കണ്ടോ, അപ്പോൾ 1ഉം 3ഉം 5 എന്ന് പറയുന്നത് കൺട്രോൾ ഡയറക്റ്റ്ലി എടുത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നാണ് കണക്ട് ചെയ്തേക്കണേ. വേറാസ് 2, 4, 6 എന്ന് പറയുന്നത് കൺട്രോൾ ബാർ C ബാറിൽ നിന്ന് എടുത്തിട്ടാണ് ഒരു ഇൻപുട്ട് ആക്കിയേക്കുന്നത്. അടുത്തത് നമ്മുടെ ബിറ്റ്സുകളാണ്. അതായത് ഓൾറെഡി B0 കൊടുത്തു കഴിഞ്ഞു. B1ഉം B2ഉം B3യുമാണ് അടുത്ത ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ കൺട്രോൾ 0 ആക്കുന്ന കേസിൽ, വെൻ കൺട്രോൾ ഈസ് ഈക്വൽ ടു 0, വാട്ട് ഹാപ്പൻസ്? കൺട്രോൾ 0 ആക്കുന്ന കേസിൽ ഈ ലൈൻ കംപ്ലീറ്റ്ലി 0 ആയിപ്പോവും, അല്ലേ? താഴത്തെ ലൈൻ, കാരണം ഇത് 0 ആണല്ലോ. ഈ 0 എന്ന് പറയുമ്പോൾ ടിൽ ഹിയർ ദിസ് ഇസ് 0, അപ്പോൾ ഇത് 0 ആണ്.
അപ്പോൾ 1ന്റെ ഒരു ഇൻപുട്ട് 0, 3ന്റെ ഒരു ഇൻപുട്ട് 0, 5ന്റെ ഒരു ഇൻപുട്ട് 0. അതെന്തായാലും ഇവിടെ Q1 എന്ത് തന്നെ വന്നാലും ഇവിടെ 0 ആയതുകൊണ്ട് ഈ 1ന്റെയും 3ന്റെയും 5ന്റെയും ഔട്ട്പുട്ട് എന്തായാലും 0 ആയിരിക്കും. ഓക്കെ, ബട്ട് ഇത് C=0 ആണല്ലോ കൊടുത്തത്. C=0 കൊടുത്തു കഴിയുമ്പോൾ ബാറിൽ കൂടെ കയറി വരുമ്പോൾ ഇത് C ബാറോ. ഓക്കെ, അപ്പോൾ ഇത് 0 ആണ്, അപ്പോൾ C ബാർ ആവും, ഇത് 1 ആവും. ഇത് 1 ആയുള്ള പ്രത്യേകത എന്താണ്? ഈ 1 നേരെ 2ലോട്ടും പോവും, ഈ 1 നേരെ 4ലോട്ടും പോവും, ആ 1 നേരെ 6ലോട്ടും പോവും. പിന്നെ നിങ്ങളിവിടെ B1ഉം ഇവിടെ B2ഉം ഇവിടെ B3യും കൊടുത്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദി ഔട്ട്പുട്ട് ഓഫ് 2? 2ന്റെ ഒരു ഇൻപുട്ട് 1ഉം അടുത്ത ഇൻപുട്ട് B1ഉം ആണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് B1 ആയില്ലേ? സോ സെക്കൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് B1. അതുപോലെ ഫോർത്തിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഹിയർ ദിസ് ഇസ് B2. അപ്പോൾ ഇത് 1ഉം ഇത് B2 ആണെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് 4 വിൽ ബി B2. അതുപോലെ 6ന്റെ ഒരു ഇൻപുട്ട് 1 ആണ്, ഇത് B3 ആണ്. 1ഉം B3യും കൂടെ ചേർന്ന് ഇവിടെ B3 വരും. ഓക്കെ, സോ വി ക്യാൻ സീ വെൻ C=0. അപ്പോൾ C=0 കേസിൽ ഇത് 1 ആയതുകൊണ്ട് ഇവിടെ B1, B2, B3 കിട്ടും. ഇത് 0 ആയതുകൊണ്ട് ഇത് എന്തായാലും 0 ആണ്. അപ്പോൾ 0യും B1ഉം കൂടി ഓർ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? ദിസ് ഇസ് B1. ഇവിടെ 0 ആണ്, ഇവിടെ B2 ആണ്, അപ്പോൾ ദിസ് ഇസ് B2. ദിസ് ഇസ് 0, ദിസ് ഇസ് B3. അപ്പോൾ 0യും B3യും കൂടെ ഓർ ചെയ്യുമ്പോൾ B3. നൗ യു ക്യാൻ സീ ദാറ്റ് ഇവിടെ എന്തായാലും B0 it is directly given, so no issues. So this is B0, this is B1, this is B2, this is B3. Now when you are keeping C is equal to 0, അപ്പോൾ C എന്ന് പറയുന്നത് കൺട്രോൾ വേരിയബിൾ 0 ആക്കി വെച്ച് കഴിയുമ്പോൾ എല്ലാ പാരലൽ ഇൻഫർമേഷനും അതാത് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് എത്തുന്നുണ്ട് കറക്റ്റായിട്ട്. കാരണം ഇവിടെ B0 വരുന്നുണ്ട്, ഇവിടെ B1 വരുന്നുണ്ട്, ഇവിടെ B2 വരുന്നുണ്ട്, ഇവിടെ അതുപോലെ B3 വരുന്നുണ്ട്. കാരണം ഇത് C=0 വെച്ച് കഴിയുമ്പോഴാണ് ഈ സെക്കൻഡും 4ഉം 6ഉം എനേബിൾഡ് ആവും. സോ വെൻ യു ആർ കീപ്പിംഗ് C =0, ഗേറ്റ്സ് 2, ഗേറ്റ് 4, ഗേറ്റ് 6 വിൽ ബി എനേബിൾഡ്. Therefore B1, B2 and B3 will be transferred to the respective flip flop inputs. ഇനി ട്രാൻസ്മിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി ഷിഫ്റ്റ് ചെയ്യണം. ഇനി ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ഷിഫ്റ്റിംഗ് പൊസിഷൻ? ഇനി ഇവിടെ നമുക്കിപ്പോൾ സപ്പോസ് ഇവിടെ B0 വന്നിട്ടുണ്ടല്ലോ അല്ലേ, അതുപോലെ ഇവിടെ B1 വന്നിരിപ്പുണ്ട്, ഇവിടെ B2 വന്നിരിപ്പുണ്ട്, ഇവിടെ B3 വന്നിരിപ്പുണ്ട്. ഓക്കെ, ഇനി ഒരു ക്ലോക്ക് പൾസ് കൊടുത്താൽ വാട്ട് ഹാപ്പൻസ് വെൻ ക്ലോക്ക് പൾസ് ഇസ് ഗിവൺ? ക്ലോക്ക് പൾസ് കൊടുത്താൽ ഇവിടെ ഓൾറെഡി B3 വന്നിരിക്കുന്നുണ്ട്, ഇവിടെ B3 വന്നോളൂ. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ B3 വരില്ല, B2 വരില്ല. ഓക്കെ, ഇവിടെ ഓൾറെഡി B2 ആണല്ലോ, ദിസ് ഇസ് ആക്ച്വലി B2. അപ്പോൾ ഇവിടെ B2 വരും. പിന്നെ ഇവിടെ ക്ലോക്ക് പൾസ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ B1 ആയതുകൊണ്ട് ദിസ് ഓൾസോ വിൽ ബിക്കം B1. ഇവിടെ ഓൾറെഡി B0 ആയതുകൊണ്ട് ദിസ് വിൽ ബിക്കം B0. അപ്പോൾ ലോഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ക്ലോക്ക് പൾസ് നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ, ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഇതിൻ്റെ സിറ്റുവേഷൻസ്? ഇത് B0, ഇത് B1, ഇത് B2, ഇത് B3. ഇനി ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് B0, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് B1, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് B2, ഇതിൻ്റെ ഔട്ട്പുട്ട് B3. ഓക്കെ, ഇനി അടുത്ത ക്ലോക്ക് പൾസ് വരുമ്പോഴും വലിയ അനക്കൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പം നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ B0 എന്ന് പറയുന്നത് ഇവിടെ എത്തണം. ഓക്കെ, അതുപോലെ ഇവിടുത്തെ B1 എന്ന് പറയുന്നത് ഇവിടെ എത്തണം. ഇത് ഇവിടെ B2 ആയിരുന്നത് ഇവിടെ എത്തണം. അപ്പോൾ അടുത്ത ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഈ B2 ചാടി പുറത്തേക്ക് വെക്കോളും. അപ്പോൾ ഇവിടെ ഇനി B2 എത്തണം, ഇവിടെ B1 എത്തണം, ഇവിടെ B0 എത്തണം. അപ്പോൾ അതെങ്ങനെ എത്തും? ഇവിടെ ഉണ്ടായിരുന്ന B0നെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യാനായിട്ട് ഈ കൺട്രോൾ ഞാൻ 1 കൊടുക്കുവാണ്. കൺട്രോൾ 1 കൊടുക്കുമ്പോൾ ഇവിടെ 1 കൊടുക്കുമ്പോൾ ഈ നോട്ട് കഴിഞ്ഞിട്ട് വരുന്ന എല്ലാം 0 ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ഇത് 0, ഇത് 0, ഇത് 0, 2, 4, 6 ആൻഡ് ഗേറ്റ് ഡിസേബിൾഡ് ആയിരിക്കും. അപ്പോൾ അവിടെ വലിയ ഇഷ്യൂ വരില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ 1 കൊടുത്തു കഴിയുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്?
ഇവിടെ 1 കൊടുത്തു കഴിയുമ്പോൾ ഈ 1 കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ 1 3 5 1 3 5 ആൻഡ് ഗേറ്റ് എനേബിൾഡ് ആയിരിക്കും. 1ഉം 3ഉം 5ഉം, കാരണം ഇതിവിടെ 1 വന്നില്ലേ, അതുപോലെ ഇവിടെയും 1 വന്നില്ലേ, ഇവിടെയും 1 വന്നില്ലേ. അപ്പോൾ 1ൻ്റെ ഒരു ഇൻപുട്ടും 3യുടെ ഒരു ഇൻപുട്ടും 5ൻ്റെ ഒരു ഇൻപുട്ടും 1 ആണ്. പിന്നെ ഇത് ഓൾറെഡി നമുക്കിവിടെ B0 വന്നിരിപ്പുണ്ട്, ഇവിടെ ഓൾറെഡി B1 വന്നിരിപ്പുണ്ട്, ഇവിടെ ഓൾറെഡി B2 വന്നിരിപ്പുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഇവിടെ B0യും ഈ 1ഉം കൂടെ ചേർന്ന് ഇവിടെ B0 വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ B0 ആയി. ഓക്കെ, അതുപോലെ ഇവിടെ B1ഉം ഈ 1ഉം കൂടെ ചേർന്ന് ഇവിടെ B1 ആയി. അതുപോലെ ഇവിടെ B2ഉം ഈ 1ഉം കൂടെ ചേർന്ന് ഇവിടെ B2വുമായി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ 1 ആക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ B2 വന്നു, ഇവിടെ B1 വന്നു, ഇവിടെ B0 വന്നു. ഇനി നിങ്ങൾ അടുത്ത ക്ലോക്ക് പൾസ് കൊടുത്തു കഴിയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഇവിടെ നിങ്ങൾക്ക് B2 വരും, B2 ട്രാൻസ്ഫർ ആയി. ഓക്കെ, B2 ട്രാൻസ്ഫർ ആയി. ഓക്കെ, സിമിലർലി വീണ്ടും നമുക്കിവിടെ 1 തന്നെയാണല്ലോ ഇരിക്കണേ. ആ 1 തന്നെ ഇരിക്കുമ്പോൾ ഇവിടെ B2 ട്രാൻസ്ഫർ ആവുന്നുണ്ട്, അതുപോലെ ഇവിടെ B1 ട്രാൻസ്ഫർ ആവുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ B0 ട്രാൻസ്ഫർ ആയി. ഓക്കെ, അടുത്ത ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഓൾറെഡി ഇവിടെ B0 ഇവിടെ വന്നിരിപ്പുണ്ട്, ഇവിടെ B0 വരും, ഇവിടെ B1 വരും. അടുത്ത ക്ലോക്ക് പൾസിൽ B1 ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇവിടെ B1 വന്ന് B0 വന്നു കഴിയുമ്പോൾ അടുത്ത ക്ലോക്ക് പൾസിൽ B0 ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഷിഫ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഷിഫ്റ്റ് ചെയ്യുമ്പോൾ C=1 ഷിഫ്റ്റിംഗ് നടക്കും, C=0 ലോഡിങ് നടക്കും. ഇതാണ് പാരലൽ ഇൻ സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ വർക്കിംഗ്. Just go through it. Next is parallel. This is what is explained. Next is parallel in parallel out shift register. Parallel in parallel out. So in parallel out shift register, data will be entered in the parallel form and the output is also taken in the parallel form. Okay, so you can see 4-bit data and C4 flip-flops are there. The data are taken in the parallel form, entered parallelly, and also the data output is also taken in the parallel format. Okay, so this is the working of parallel in serial out shift register and parallel in parallel out shift register. Go through that working also, very important. If you feel any doubt, you can ask. Just refer the PDF notes attached to it. Thank you.